നമസ്കാരം. ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക ഐറ്റം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ UDF അധികാരത്തിൽ വന്നപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നല്ലോ. എൻറ്റയർലി LDFിൻ്റെ ഭരണത്തിൽ നിന്നും ഒരു ഡിഫറൻറ്റ് ഭരണമായിരിക്കും വന്നതെന്നൊക്കെ ആദ്യ ദിവസത്തെ ഇവരുടെ ഷോക്ക് കണ്ടപ്പോൾ നമുക്ക് തോന്നിയിരുന്നു. സെക്രട്ടേറിയറ്റിൻ്റെ എല്ലാ കവാടങ്ങളും കൊട്ടിയടയ്ക്കപ്പെട്ട എല്ലാ ഒട്ടക വാതിലുകളും തുറന്നു കൊടുത്തു പബ്ലിക് ജനത്തിന്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ മുന്നിൽ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ ആളുകളാണ് ഉണ്ടായിരുന്നത്. പരാതി പറയാൻ കഴിഞ്ഞ 10 വർഷമായി കാത്തുവച്ചിരുന്ന പരാതികളൊക്കെ പാടെ ജനം അങ്ങ് കാസർഗോഡ് മുതൽ അങ്ങ് കന്യാകുമാരി വരെയുള്ള ആൾക്കാരൊക്കെ തിക്കി തിരക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്താണ്. അവരൊക്കെ വെച്ച് തന്നെ എല്ലാവരും വരുമ്പോഴും റീലെടുക്കുന്നു, പരാതി സ്വീകരിക്കുന്നു, അത് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു വലിയ ജനകീയമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണെന്നും ഭരണ സംവിധാനമാണെന്നും നിലവിൽ വന്നെന്നുള്ള ഒരു പ്രതീതിയായിരുന്നു നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം ഇന്നൊരു വാർത്ത വന്നിരിക്കുന്നു കേട്ടോ. അതൊന്നും നമുക്ക് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സെക്രട്ടേറിയറ്റിൽ വീണ്ടും മാധ്യമ നിയന്ത്രണം. അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്ക് പോലും അനുമതിയില്ലാതെ ഇനി പ്രവേശനം അനുവദിക്കില്ല. ടിൻഡുദാസ് ജെ നമുക്കൊപ്പം ചേരുകയാണ്. സുപ്രഭാതം ടിൻഡുദാസ്. തുറന്ന വാതിലുകൾ, മലർക്കെ തുറന്ന വാതിലുകൾ, അതായിരുന്നല്ലോ പ്രചാരണ വാചകം. അപ്പോൾ ആ തുറന്ന വാതിൽ ഹണിമൂൺ പീരീഡ് പൂർത്തിയായിട്ട് പോലുമില്ല, അതിനു മുൻപേ അടച്ചോ? എന്താണ് കാരണം? സുപ്രഭാതം സുജയ പാർവതി. ഒരാഴ്ചയ്ക്ക് മുന്നേ തന്നെ സെക്രട്ടേറിയറ്റിൽ പൊതുജനങ്ങൾക്കുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്തതുപോലെ തന്നെ 3 മണി മുതൽ 5 മണി വരെയുള്ള ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ തന്നെ വകുപ്പിന്റെ പരിഗണനയിലുള്ള ഇൻഫർമേഷൻ വകുപ്പിന് പരിഗണനയിലുള്ള കാര്യമാണ് ഈ സന്ദർശകരുടെ സമയം, അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരുടെ സന്ദർശനമൊക്കെ. ഈ മാധ്യമ വാർത്ത നിങ്ങൾ കേട്ടല്ലോ. ഇപ്പം എന്താ സംഭവിച്ചത്? കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്തുള്ള നിയന്ത്രണങ്ങളൊക്കെ ഈ പുതിയ നമ്മുടെ മുഖ്യമന്ത്രിസഭ എന്ന് പറയുന്ന ഈ മന്ത്രിസഭയുടെ കാലത്തും വീണ്ടും ഏർപ്പെടുത്തിയിരുന്നു അത്രേ. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ ആ ഹണിമൂൺ കാലഘട്ടത്തിൽ ഈ പൊതുജനങ്ങളൊക്കെ വൻതോതിൽ തടിച്ചുകൂടിയിരുന്നൊക്കെ അപ്പോൾ ഒരു ബുദ്ധിമുട്ടായി ഇവർക്ക് തോന്നിയോ? അപ്പോൾ അത് പിണറായി വിജയനും അത് തന്നെ ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. ഈ പൊതുജനങ്ങളൊക്കെ പാടെ സെക്രട്ടേറിയറ്റിലേക്ക് അങ്ങനെ കുത്തിയൊഴുകി വില്ലേജ് ഓഫീസ് നടത്തേണ്ട കാര്യം, കലക്ടറേറ്റിൽ നടത്തേണ്ട കാര്യവും, ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെയ്തേണ്ട കാര്യവും, പോലീസ് സ്റ്റേഷനിൽ സാധിക്കേണ്ട കാര്യമൊക്കെ പാടെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തി കിട്ടണമെന്ന് പറഞ്ഞാൽ അതൊരു സാമാന്യ നല്ല ഭരണത്തിൻ്റെ ലക്ഷണമല്ല എന്നുള്ളത് ഇപ്പോൾ ഇവർക്ക് മനസ്സിലായിരിക്കുന്നു. അത് തന്നെയല്ലേ പിണറായി വിജയനും പറഞ്ഞ്. അപ്പം അയാൾ ധാർഷ്ട്യക്കാരനായിരുന്നു, ധിക്കാരിയായിരുന്നു. ഈ മാധ്യമങ്ങൾക്കൊക്കെ അങ്ങോട്ട് പ്രവേശനം കിട്ടാതിരുന്നപ്പോൾ അവരിത് ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിലെ ഒരു ഭരണമാണ് പിണറായി നടത്തിയിരുന്നത് എന്ന് കൊട്ടിഘോഷിച്ച് വലിയ തോതിൽ ബഹളമുണ്ടാക്കി. ഇപ്പം എന്താ സംഭവിച്ചത്? അത് ഈ മാധ്യമപ്രവർത്തകർ തന്നെ ജനങ്ങളോട് പറയേണ്ട സ്ഥിതിയായി. ഇപ്പോൾ ഞങ്ങളെയും കയറ്റുന്നില്ല എന്ന് പറയുന്നു, നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുന്നു. എനിക്ക് ഈ മാപ്രകളുടെ കാര്യം ആലോചിച്ചിട്ട് ഒരേ സമയം ചിരിക്കാനും കരയാനൊക്കെ തോന്നുന്നുണ്ട്. എന്തോരം കഷ്ടപ്പെട്ടിട്ട് അവർ ഈ UDFിനെയും ഈ പൂക്കിയും മുഖ്യമന്ത്രിയൊക്കെ അധികാരത്തിൽ കയറ്റിയത്. ഇപ്പം കിട്ടേണ്ടത് കിട്ടിയപ്പോൾ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. മലപ്പുറം കത്തി, ആന, ചേന എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കൊട്ടിഘോഷിച്ച് ഇലക്ഷന് മുമ്പ് നിങ്ങളോട് പറയുകയും ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ആവേശത്തിൽ നമ്മൾ ഈ ഹണിമൂൺ എന്നൊക്കെ പറയുമല്ലോ, അല്ലെങ്കിൽ പുത്തനച്ചി പുറം തൂക്കുക എന്നൊക്കെ പറയാനായിട്ടില്ലേ, അതായിരുന്നു എന്നുള്ളതൊക്കെ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലായിരുന്നു. ഇത് മനസ്സിലാകാത്ത കുറേ മനുഷ്യർ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ തോതിൽ ഇതോ കണ്ടില്ലേ, ജനകീയനായ ഒരു ഭരണ സംവിധാനം, ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ഒരു പട്ടവും കൊടുത്തു, പൂക്കി മുഖ്യമന്ത്രി എന്ന്. ഇപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു? ഇപ്പോൾ അതൊക്കെ പറഞ്ഞവർ തന്നെ ഇതിനോട് പ്രതികരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ മാധ്യമപ്രവർത്തകരെ സെക്രട്ടേറിയറ്റിൽ 24 മണിക്കൂറും വിളിച്ചിരുത്തേണ്ട കാര്യമില്ല. സന്ദർശകർക്ക് ഒരു കൃത്യസമയം കൊടുത്താൽ മതി. അത് തന്നെയാണ് പിണറായി വിജയൻ ചെയ്തത്. നിങ്ങൾ അധികം താമസിയാതെ പിണറായി വിജയൻ ചെയ്തതൊക്കെ ശരിയായിരുന്നു എന്ന് നിങ്ങളൊരു 6 മാസത്തിനുള്ളിൽ പറയേണ്ടി വരും എന്ന് നമ്മൾ സംശയിച്ചാൽ അതിനാരെയും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ.